ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ട്രൈ ചെയ്ത് കാണിക്കുന്നത് വേറൊന്നുമല്ല. ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ക്രീം ബന്നിൻ്റെ റെസിപ്പിയാണെന്നല്ലേ. അങ്ങനെ ഇരിക്കെ ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും. അങ്ങനെയാണ് നിങ്ങൾക്കും ഈ ഒരു റെസിപ്പി പരിചയപ്പെടുത്തി തരാമെന്ന് വെച്ചത്. അപ്പം നമുക്ക് നോക്കാം ഈ ബന്നിനകത്ത് വെക്കുന്ന ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ആദ്യം തന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായ പഞ്ചസാര എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്തത്. എന്നിട്ട് ഇത് നല്ല രീതിയിൽ തന്നെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിതാ പഞ്ചസാര പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ഫൈനായിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മളിനി എന്താണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് പാൽപ്പൊടിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ പഞ്ചസാര എടുത്ത അതേ അളവിൽ തന്നെയാണ് കേട്ടോ പാൽപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മളിനി ബട്ടറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാ കണ്ടില്ലേ, ഈ ഒരു ബട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 3 കഷ്ണം ബട്ടർ കേട്ടോ. ഈ അത്രയും എടുത്തതിൽ അതിൽ ഒരു കഷ്ണം ഞാനങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 3 കഷ്ണമാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതും കൂടി ഇതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, കുറച്ച് പാൽ ഞാൻ എടുത്തത് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതങ്ങ് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഇത്രയും ചേർത്ത് കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ ഇതങ്ങ് അടിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മളിത് അടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല ക്രീമി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കറക്റ്റ് നമ്മൾ ആ ബന്നിൽ ചേർത്ത് കൊടുക്കുന്ന ഒരു ക്രീം ഉണ്ടല്ലോ, അതേപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കഴിച്ച് നോക്കുന്ന സമയത്ത് എനിക്ക് ആ ഫ്ലേവർ എന്താണെന്ന് തോന്നിയെന്ന് വെച്ചാൽ നമ്മുടെ ആൽപ്പലീവിൻ്റെ ഒരു മുട്ടായി ഉണ്ടല്ലോ, അത് കഴിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ക്രീമിനുള്ളത്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലെ നല്ല ടേസ്റ്റ്, കറക്റ്റ് ക്രീമിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരിക്കലും ഫ്ലോപ്പായി പോവില്ല. എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാനും പറ്റും, കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. ഇനി നമുക്കിത് ആ കണ്ടിൽ നല്ല ക്രീമായിട്ട് ഇരിക്കുന്ന ഈ ഒരു ഇത് നമുക്കിതൊരു ബന്നിലോട്ടും കൂടെ ഒന്ന് തേച്ച് കൊടുത്താലോ. ഷോപ്പിൽ നിന്ന് നമ്മൾ ഇതുപോലൊരു പ്ലെയിൻ ബന്ന് മേടിക്കുക. ഇത് മേടിക്കാൻ കിട്ടും, ബർഗർ ബന്നൊക്കെ പറഞ്ഞായിട്ട് മേടിക്കാൻ കിട്ടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ക്രീം ഇതിനകത്തോട്ട് അങ്ങ് ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ക്രീം ബന്ന് ഇവിടെ റെഡിയായി കഴിഞ്ഞു. വെറുതെ എന്തിനാണ് അധികം പൈസ കൊടുത്തിട്ട് നമ്മൾ ക്രീം ബന്ന് വാങ്ങുന്നത്. നമുക്ക് ഇതുപോലെ വീട്ടിൽ തയ്യാറാക്കി കൊടുത്താൽ എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യാം. വളരെ ഹെൽത്തിയുമാണ്, ദോഷകരമായിട്ടുള്ള ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നതുമില്ല. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും, നമുക്കും കഴിക്കാൻ പറ്റിയതാണ് കേട്ടോ. ഷുഗറുകാരൊന്നും അധികം കഴിക്കാൻ നിൽക്കേണ്ട, ബാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായാലോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാനും മറക്കരുതേ. എങ്കിലേ ഞാൻ ഇനി അടുത്ത വീഡിയോയ്ക്ക് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വന്നിട്ട് എൻ്റെ വീഡിയോ കാണാൻ പറ്റുള്ളൂ കേട്ടോ. നേരത്തെ ബട്ടർ എടുത്തപ്പോൾ ഏത് ബട്ടറാണ് യൂസ് ചെയ്യുന്നതെന്ന് കാണിക്കാൻ വിട്ടുപോയി. ഇതാ ഞാൻ ഈ ഒരു അൽമറായുടെ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ അൽമറായി തന്നെ വേണമെന്നില്ല, ഏത് ബട്ടർ ആയാലും മതി കേട്ടോ. ഞാൻ എടുത്തത് എന്തോ അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിച്ചെന്നേ ഉള്ളൂ. അതിൻ്റെ ഒരു കഷ്ണം മാറ്റി വെച്ച ആ ഒരു പീസുമാണ് കേട്ടോ ഇത്. കണ്ടില്ലേ, ഇത് ഞാൻ നേരത്തെ കാണിക്കണമെന്ന് വെച്ചിട്ട് വിട്ടുപോയതാണ്. അത് പിന്നീട് ഞാൻ എടുത്തതാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഇപ്പം വീട്ടിൽ പെട്ടെന്ന് ബന്ന് എടുക്കാൻ കിട്ടുന്നില്ല, ഷോപ്പിൽ നിന്ന് വാങ്ങാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പകരം ബ്രെഡ് ആയാലും മതി. ബ്രെഡ് ചെറുതായിട്ടൊന്നങ്ങ് ചൂടാക്കണം കേട്ടോ. ഞാൻ ഇതൊരു തവയിൽ വെച്ച് ജസ്റ്റ് ഒന്നങ്ങ് ചൂടാക്കിയിരുന്നു, കാരണം തണുത്തിരിക്കുന്ന ബ്രെഡാണല്ലോ. അത് ചൂടാക്കിയതിന് ശേഷം ഒന്നങ്ങ് റോസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ക്രീം ഒഴിച്ച് കൊടുത്തും കഴിക്കുക. സെയിം ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ബന്നിൽ ഒഴിച്ച് എങ്ങനെ കഴിച്ചോ അതേ ടേസ്റ്റ് തന്നെയാണ് നമ്മൾ ബ്രെഡിൽ ഒഴിച്ച് കഴിക്കുമ്പോഴും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും കഴിക്കാമേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല കേട്ടോ. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.